guys, welcome back to TTM Voice. അപ്പോൾ ഇന്ന് നമ്മളൊരു കിടിലൻ എക്സ്പെരിമെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പം ഈ അടുത്തിടയ്ക്കായിട്ട് ചെയ്തത് ഇംഗ്ലീഷിലും ഒക്കെ ചെയ്യുന്ന കുറച്ച് എക്സ്പെരിമെൻറ്റ് അത് നമ്മൾ ഉള്ളതാണോ അവർ പറയുന്ന പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനലായിട്ട് നടക്കുമെന്നുള്ള റിയാലിറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോക്കകത്ത് നേരത്തെ നമ്മൾ ചെയ്ത സാധനമാണ് ഡ്രെയിൻ ക്ലീനർ എന്ന് പറഞ്ഞ ഈ ഒരു സാധനം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഡ്രെയിൻ ക്ലീനറും നമ്മുടെ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി സംഭവം. നമ്മൾ ഈ ഓണത്തിനൊക്കെ ഒരു സംഭവമുണ്ട്, ഒരു ഗുളിക പൊളിക്കുന്ന സാധനം കിട്ടും. അത് കത്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പാമ്പ് പോലെ മണ്ടക്കോട്ട് ഇങ്ങനെ പൊങ്ങി വരും. ആ ഒരു ഐറ്റം നമുക്ക് ഇത് വെച്ച് ചെയ്താൽ ചെയ്യുന്ന റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളെ ഫോട്ടോ കാണിച്ചു തരാം, ഒരു ഇംഗ്ലീഷുകാർ ചെയ്ത സാധനം. അപ്പോൾ സത്യത്തിൽ നടക്കുമോ നമ്മൾ നോക്കാൻ പോവാണ്. ഇതൊക്കെ ഉള്ളതാണ്, ഈ പഞ്ചസാരയുടെ സംഭവവും ഡ്രെയിൻ ക്ലീനറും ഒക്കെ വെച്ചാൽ നടക്കുമോ നമ്മൾ നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോ മൊത്തം കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇത് വേണ്ട സാധനങ്ങൾ ഓരോന്നായിട്ട് കാണാം. ആദ്യത്തെ സാധനത്തിന് വേണ്ടല്ലോ ഫ്രണ്ട്സ്, ഇത് പഞ്ചസാര പൊടിച്ചതാണ്, മിക്സിക്കകത്തിട്ട് അടിച്ച് റെഡിയാക്കിയതാണ്. അപ്പം ഏകദേശം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ടായിരുന്നു, എന്നാലും ഞാൻ ചുമ്മാ എടുത്താണ്, കാരണം തികഞ്ഞില്ല. ചിലപ്പോൾ നമുക്ക് ഇനി രണ്ടാമത് ചെയ്യേണ്ടി വന്നാലോ. ഓക്കെ, ഇതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ ലൈവായിട്ട് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ്. ഞാൻ ഓൾറെഡി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയതാണ്. അപ്പം ഏകദേശം ഒക്കെ സെറ്റായി. അത് ബാക്കി ഞാൻ നിങ്ങൾ ലൈവായിട്ട് കാണുമ്പോൾ അറിയാം സംഭവം നടക്കുമോ ഇല്ലയോ എന്ന് വെയിറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ നമ്മൾ ഫസ്റ്റ് സാധനം പഞ്ചസാര പൊടിച്ചത്, പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച സാധനം തന്നെ ഡ്രെയിൻ ക്ലീനർ. നമ്മൾ നേരത്തെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത കേട്ടോ, ഡ്രെയിൻ ക്ലീനർ വെച്ച്. പിന്നെ നമുക്ക് വേണ്ടത് 2 തടി സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. തടി സ്പൂൺ എന്ന് വെച്ചാൽ ഇത് കോരി നമുക്ക് ആ സാധനത്തോട്ട് ഇടണ്ട, കാരണം കയ്യിലൊന്നും എടുത്താൽ ശരിയാകത്തില്ല. കാരണം ഈ ഡ്രെയിൻ ക്ലീനർ ആസിഡാണ്, ആസിഡിൻ്റെ അംശമുണ്ട്, ഏകദേശം 60% ഉണ്ട്. അപ്പം കൈ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ സേഫ്റ്റി ആയിട്ടാണ് ചെയ്തത്. ആരും കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ വീട്ടിൽ അനുകരിക്കരുത്. പിന്നെ നമ്മുടെ മെയിൻ സേഫ്റ്റി സാധനം കൈയിടാനുള്ള ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം സേഫ്റ്റി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ സാധനം കയ്യിലിടാം, കാരണം സേഫ്റ്റി മുഖ്യമാണ്. നമുക്ക് നമ്മുടെ കൈ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് സാധനം നമ്മുടെ കുപ്പി. ഇതാണ് മെയിൻ സാധനം കേട്ടോ. ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ കുപ്പി. അപ്പോൾ ഈ കുപ്പി വെച്ചിക്കകത്താണ് നമ്മൾ ഇത് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് നിറയ്ക്കണ്ട, ഏകദേശം ഞാൻ ഇങ്ങോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. വെള്ളം നമുക്ക് ഏകദേശം നിറയ്ക്കാം. ഓക്കെ, പൊടി, നമ്മുടെ പഞ്ചസാര പൊടി മാക്സിമം ഇതിൻ്റെ അകത്തോട്ട് ഇടുക കേട്ടോ. ഞാൻ ഏകദേശം നിറയട്ടെ, കാരണം നല്ല രീതിയിൽ ഇതിൻ്റെ എഫക്റ്റ് കിട്ടും. ഓക്കെ, ഇത്രയും മതി അല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അത് നമുക്ക് നമ്മുടെ ഡ്രെയിൻ ക്ലീനർ ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയാൻ പോയിക്കോട്ടെ, കാരണം ഇത് ലൈവായിട്ടാണ് ചെയ്യുന്നത്. അപ്പം വിഷ്വൽ സംഭവമൊക്കെ കറക്റ്റായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്കിനി നമ്മുടെ ഡ്രെയിൻ ക്ലീനർ തുറക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫൈനൽ എക്സ്പെരിമെൻറ്റിലേക്ക് പോകാൻ കേട്ടല്ലോ ഫ്രണ്ട്സ്. ഇതിൻ്റെ ഈ എൻഡ് വെച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഒഴിക്കാൻ പോവാണ്. എന്താ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ശരിക്കും കിട്ടുന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒഴിക്കാവേ അല്ലേ, കാരണം കിട്ടുന്നില്ല ശരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം ഒഴിച്ചിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത് നോക്കാം. പതഞ്ഞ് പൊങ്ങുന്നുണ്ടേ. അയ്യോ, പുകയൊക്കെ വരുന്നുണ്ടേ. ഇല്ല ഫ്രണ്ട്സ്, ഇത് പൊങ്ങുന്നൊന്നും ഇല്ലല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് സംഭവം ഒന്നും നടന്നില്ല. നമ്മൾ ആ വീഡിയോയിൽ കണ്ട പോലെ അല്ലേ, നമ്മൾ ആ ഫസ്റ്റ് കാണിച്ച പോലെ ജസ്റ്റ് ഇത് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ പാമ്പ് പോലെ എൻ്റെ മണ്ടക്കൂടി ഇങ്ങനെ സാധനം പൊങ്ങി വന്നിട്ട് ഇങ്ങനെ മണ്ടക്കോട്ട് പോകുന്ന സംഭവമായിട്ടാണ് ഈ വീഡിയോയിൽ കണ്ടത്. പക്ഷേ അത്രയൊക്കെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം ഇത് പല വീഡിയോസിലും എനിക്ക് തോന്നുന്നത് ഇവർ പറയുന്ന അത്രയും ഗുമ്മൊന്നുമില്ല. ഇവർ വേറെ എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ഇട്ട് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറയുക, ഫേക്ക് എക്സ്പെരിമെൻറ്റ് കാണിച്ച് വ്യൂസ് കൂട്ടുന്ന കുറേ ടീംസൊക്കെ യൂട്യൂബിലുണ്ട്. അപ്പം അത് ഫേക്കാണെന്ന് മനസ്സിലായി. കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇത് ഒന്നും സംഭവിച്ചിട്ടില്ല. ജസ്റ്റ് കുറച്ച് പുക വന്നു, കുറച്ച് നേരം റിയാക്ഷനൊക്കെ നടന്നു, അത് വേറെ കാര്യം. കുറച്ച് പുക വന്നു, മണ്ടക്കോട്ട് കുറേ വെള്ളം പോലെ ചാടി. ഒന്നിപ്പഴിച്ചാൽ 3 നാളിൽ. അപ്പോൾ ഞാൻ ഓൾറെഡി 2 തവണ ചെയ്ത് നോക്കി. ഒരു തവണ ചെയ്ത് അതാണ് ഞാൻ വ്യക്തത കാണിച്ചത്. അപ്പോൾ നമ്മൾ 3ാമത്തെ ടൈം കൂടെ ചെയ്യുകയാണ് ഫ്രണ്ട്സ്. കാരണം നല്ല രീതിയിൽ പഞ്ചസാരയുടെ എമൗണ്ട് കൂട്ടിയിട്ട്, കാരണം ചിലപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണെങ്കിലും അത് വരാത്തത്. അപ്പം ഞാൻ മാക്സിമം പഞ്ചസാര ഫില്ല് ചെയ്തിട്ട് ശക്കലം വെള്ളം ഒഴിച്ച് ആ വെള്ളം ഒരു ലിക്വിഡ് പോലെ ആക്കുവാണ്, പഞ്ചസാരയുടെ ലിക്വിഡ് ഉണ്ടാക്കുവാണ്. ജസ്റ്റ് എന്നിട്ട് ഒന്ന് കലക്കി കൊടുക്കണം, കാരണം നല്ലതായിട്ട് ഡൈല്യൂട്ട് ആകണമല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, എന്നിട്ട് നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ സാധനം ഇട്ട് കൊടുക്കാം. നമ്മുടെ സംഭവം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഡ്രെയിൻ ക്ലീനർ. അത്യാവശ്യം കുറേയൊക്കെ വെളിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ എഫക്ട്സ് എന്നൊന്ന് കാണാം. ഇപ്പോഴെങ്കിലും നമ്മുടെ ആ ഒരു സംഭവം നടക്കുമോ നോക്കാം. നമ്മൾ ആ പിക്ചറിൽ കാണിച്ച പോലെ പൊങ്ങി വരുമോ നോക്കാം. എന്തൊക്കെയോ റിയാക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. യെസ്, പതയാണ് വരുന്നത്. പത മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും സംഭവിക്കുമോ.
ഉണ്ടായി, അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ നടന്നു. പക്ഷേ അവർ കാണിച്ച പോലെ, നമ്മൾ ഫസ്റ്റ് ചെറിയ ഷോർട്ട് ക്ലിപ്പായിട്ട് കാണിച്ച പോലെ ജസ്റ്റ് മണ്ടക്കോട് പൊങ്ങി വരുന്ന സംഭവമൊന്നും ഉണ്ടായില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഒന്നിൽ അവർ ഫേക്കാണ് വീഡിയോ ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പം പല യൂട്യൂബിലിടുന്ന ചില എക്സ്പീരിയൻസ് വീഡിയോസിലും ഫേക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഹാക്സ് വീഡിയോസും ഇതുപോലുള്ള കള്ളത്തരം വീഡിയോസും നമുക്ക് ചെയ്യാൻ പറ്റും. കള്ളത്തരം എന്നല്ല, നമ്മളത് രസമായിട്ട് ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷേ നടക്കാത്തതുകൊണ്ട് അത് ഫേക്ക് ആകാൻ ചാൻസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കില്ല കേട്ടോ, കാരണം നമ്മൾ കുറേ എഫേർട്ട് എടുത്താണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഷെയറിലൂടെയും ലൈക്കിലൂടെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട്